പാർട്ടിയിലേക്ക് യുവാക്കളെ ആകർഷിക്കാൻ കഴിയുന്നില്ലെന്ന് CPIM സംഘടനാ റിപ്പോർട്ട്. കീഴ്ഘടകങ്ങളിലെ നേതാക്കൾക്ക് കൃത്യമായ പരിശീലനം നൽകി പാർട്ടി അംഗങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തണം. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ പ്രവർത്തനം ഓരോ വർഷവും വിലയിരുത്താനും CPIM തീരുമാനം. ആശാ പ്രവർത്തകർക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനായില്ലെന്നും സംഘടനാ റിപ്പോർട്ടിൽ പരാമർശം. സംഘടനാ റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ലിജോ വർഗീസ് ചേരുന്നു വിശദാംശങ്ങളുമായി. ലിജോ, പാർട്ടി പ്രതിസന്ധി നേരിടുന്ന ഒരു കാലത്താണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. ആ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ ഒന്നൊന്നായി പറയുകയാണ് റിപ്പോർട്ടിൽ. ആശാവർക്കർമാരുടെ വിഷയമടക്കം പാർട്ടി കോൺഗ്രസിൽ ചർച്ചയാകും. തീർച്ചയായും CPM മധുരയിലെ 24ാം പാർട്ടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം ചർച്ചയാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ഈ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇടതുപക്ഷത്തിലേക്ക് യുവാക്കളായിട്ടുള്ള ആളുകളെ കൊണ്ടുവരുന്നതിന് പാർട്ടിക്ക് കഴിയുന്നില്ല. അതിനനുസരിച്ചുള്ള നയപരിപാടികൾ വേണമെന്നുള്ളത് കൃത്യമായി പറയുന്നു. ഒപ്പം തന്നെ ആശാ വർക്കർമാർ അടക്കമുള്ള അംഗനവാടി പ്രവർത്തകർ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വലിയ തരത്തിലുള്ള പ്രതിസന്ധി, അത് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് ബീഹാർ, ഉത്തർപ്രദേശ്, അതോടൊപ്പം തന്നെ മധ്യപ്രദേശ് അടക്കമുള്ള പ്രദേശങ്ങളിൽ CPM നേരിട്ട് തന്നെ CA2ന്റെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള സമര പരിപാടികളുമായി മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കേരളമാണ്. കേരളത്തിൽ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. CPM ആണ് അതിന്റെ പ്രധാനപ്പെട്ട കക്ഷി. അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ കൂടി കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഈ സംഘടനാ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. നാളെ മുതൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് ഈ സംഘടനാ റിപ്പോർട്ട് ചർച്ചയാവും. ആ ഘട്ടങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ കൂടുതൽ ഗൗരവമായുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അത്തരത്തിൽ CPMനെ സംബന്ധിച്ചിടത്തോളം യുവാക്കളെ ആകർഷിക്കാൻ കഴിയാതിരിക്കുക, ഒപ്പം തന്നെ ആശാ വർക്കർമാർ, അംഗനവാടി വർക്കർമാർ അടക്കമുള്ള ആളുകളുടെ കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് സംഘടനാ റിപ്പോർട്ടിലുള്ളത്. ഒപ്പം തന്നെ PB അംഗങ്ങളായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ ആളുകളുടെ പ്രവർത്തനം ഓരോ വർഷവും കൃത്യമായി വിലയിരുത്തണം. അവരുടെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണെന്നുള്ളത് കൃത്യമായി വിലയിരുത്തി മുമ്പോട്ട് പോകണമെന്നുള്ള കാര്യം കൂടി സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ച് അതിന്മേലുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇക്കാര്യത്തിലുള്ള അന്തിമ തീരുമാനം പാർട്ടി കോൺഗ്രസ് കൈക്കൊള്ളുക. ശരി, CPIM സംഘടനാ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ലിജോ.